നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ സ്ഥിതി മഹാമാരിയെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് പറയുന്നത്. വളരെ ഭയാനകമാണ് വാസ്തവത്തിൽ. മഹാമാരിയെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വുഹാനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ചൈനയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതിന് ശേഷവും ഇറ്റലിയിൽ പടർന്നു കയറിയിട്ട് അവിടെ ഈയാമ്പാറ്റുകളെ പോലെ ആൾക്കാർ എത്തുവരുന്ന സമയത്ത്, ഇറാനിൽ, പിന്നെ യൂറോപ്പിലേക്ക് പടർന്നു പിടിച്ച, അമേരിക്കയിൽ പടർന്നു പിടിച്ച സമയത്തും നമ്മളിവിടെ സുഭദ്രമായ സ്ഥാനമാണ് കൈവരിച്ചിരുന്നത്. നമ്മൾ ഉടനെ തന്നെ ലോക്ക്ഡൗൺ കൊണ്ടുവച്ചു. അത് വൻ വിജയമായി. ആളുകളുടെ മരണസംഖ്യ കുറഞ്ഞു. ആളുകളുടെ സമൂഹ വ്യാപനമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള പെരുപ്പമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ രോഗികളുടെ പെരുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോയിട്ട് ഇന്നിപ്പോൾ ഇന്ത്യ മത്സരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മൂന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നത് റഷ്യക്കാണോ അതോ ബ്രസീലിനാണോ ബ്രിട്ടനാണോ എന്നറിയില്ല. ആ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വന്നു ചേർന്നിട്ടുള്ളത്. തീർത്തും ദാരുണമായിട്ടുള്ള അവസ്ഥ, ഭയാനകമായിട്ടുള്ള അവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതം തോന്നുക വാസ്തവത്തിൽ. ഞാനിപ്പോൾ ഒരു ശാസ്ത്രജ്ഞനല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഒരു കോമൺ മാൻ, ഒരു ആം ആദ്മി, ഒരു സാധാരണക്കാരെന്ന നിലയിൽ ചിലത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും അല്പസ്വല്പം വിഡ്ഢിത്തം പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണുള്ളത്. ബട്ട് എനിക്ക് മുംബൈയിലും അഹമ്മദാബാദിലും അതുപോലെ തന്നെ ഡൽഹിയിലും ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവിടെയും കണക്ഷനുണ്ട്. എല്ലായിടത്തും കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. എല്ലാവരും കരുതി വെച്ചിട്ടുള്ളത്, ഇപ്പോഴും കരുതി വെച്ചിട്ടുള്ളത് ഇത് വായുവിലൂടെ പടരുന്ന രോഗമാണെന്നാണ് അവർ കരുതി വെച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഇവർ വഴി കൂടെ പോകുന്ന സമയത്തൊക്കെ മാസ്ക് ധരിച്ചു പോകും, അല്ലെങ്കിൽ ടവൽ കെട്ടിയോ തോർത്തുമുട്ട് കെട്ടിയൊക്കെ പോകും. ഒരു കാറിനകത്ത്, വിദ്യാസമ്പന്നനായിട്ട് ഒരു ഓഫീസറാണെങ്കിൽ പോലും കാറിനകത്ത് പോകുമ്പോൾ മാസ്ക് ഇട്ട് പോകും. ഒറ്റയ്ക്കൊരു മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ മാസ്ക് ഇട്ട് പോകും. ഒരു പോലീസുകാരൻ, ഞാൻ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്, പോലീസുകാർ പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, മാസ്കൊക്കെ ധരിച്ച് പോകും. ഓഫീസിലന്ന് മാസ്ക് അഴിച്ചു വയ്ക്കും. അപ്പോൾ ഇവർ താഴ്ന്നത് അന്തരീക്ഷത്തിലൂടെ പടരുന്നു ധാരണ. ഇവരിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തായാലും പറയുക, മാസ്ക് ധരിക്കൽ, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് മാസ്ക് ധരിക്കൽ. അതിൻ്റെ വായുവിലൂടെയല്ലേ പടരുക. ഇതും കഴിഞ്ഞാൽ ഈ മാസ്ക് അഴിച്ചു വയ്ക്കും. പണിസ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാസ്ക് ഇല്ല. ഓഫീസിൽ വന്നാൽ പിന്നെ മാസ്ക് ഇല്ല. അവിടെ കൂടിയിരിക്കും. ഞാൻ നടന്നു പോകുന്നൊരു വഴി, ഇപ്പം ഞാൻ അവിടേക്ക് പോകാറില്ല, ഈ കൊറോണ വന്നതിന് ശേഷം പോകാറില്ല. അവിടെ ഒരു വഴിപ്പിള്ളയാറുണ്ട്, അവിടെ ഒരു ആൽവൃക്ഷമുണ്ട്. അവിടെ എന്നും വൈകുന്നേരം ഒരു 10-20 പേര് വന്ന് കബഡി കളിക്കുക, അങ്ങനെയുള്ള പിന്നെ കൂടിയിരുന്ന് വർത്താനം പറയലൊക്കെ ചെയ്യും. അപ്പോൾ ഈ കൊറോണ വരാതിരിക്കാൻ പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? മാസ്ക് ഒന്നുമില്ല. അതിൻ്റെ മുൻപിൽ അവിടെ വലിയ മരങ്ങൾ, 2-3 വേപ്പ് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ വേപ്പ് മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, വലിയ വേപ്പ് മരങ്ങൾ. അതിൽ നിന്ന് ഒരു 5-6 ചെറിയ ചില്ലൊടിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കൂടിയിരിക്കുന്നതിന് അടിയിൽ വയ്ക്കും. കൊറോണ വരാതിരിക്കാനാണ്. ചുറ്റും വലിയ വേപ്പ് മരങ്ങളാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ, ഇതാണ് ഇവിടെ ഈ കൊറോണ പടരാനുള്ള വലിയൊരു കാരണം. വാസ്തവത്തിൽ ഇവിടെ ഒരു വഴിപ്പിളയാറ് വനദേവതാ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ സ്ഥിരം ആൾക്കാർ വരുന്നുണ്ട്, അവിടെ കൂടിയിരിക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ഈ സാധനം കെട്ടി വരും. വന്നു കഴിഞ്ഞാൽ അവർ അഴിച്ചു വയ്ക്കും. കാരണം ഇത് കെട്ടിക്കൊണ്ട് അകത്ത് കയറാൻ പാടില്ല, അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല എന്ന് അഴിച്ചു വയ്ക്കും. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നൊരു വാർത്ത വന്നു. അവിടെ ഈ മാസ്ക് ഇട്ടില്ലെങ്കിൽ 5000 രൂപയുടെ പിഴ. കാരണം ഇത് മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണത്. 200 രൂപയും 100 രൂപ പിഴ അതല്ല വെക്കേണ്ടത്, 5000 രൂപ പിഴ. ആ പിഴ കിട്ടിയതിന് 6 മാസം ജയിൽ ശിക്ഷ. വളരെ കർശനമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ 10,000 രൂപ ചെലവ് ചെയ്യണം. കാരണം ഒരാളെ കുത്തിക്കൊല്ലുന്ന തുല്യമാണ്. രോഗം സംക്രമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് 200 രൂപയും 100 രൂപയാണോ പിഴ വയ്ക്കേണ്ടത്? അതൊരു തെറ്റ്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ എന്തായാലും പറയുക, ഹോട്ട് സ്പോട്ടിൻ്റെ ഒരു നിർണയമുണ്ട്. ഹോട്ട് സ്പോട്ട്, അവിടെ ഹോട്ട് സ്പോട്ടാണ്, ഇവിടെ ഹോട്ട് സ്പോട്ടല്ല. അവിടെ നിന്ന് ഒരു തുമ്പി പോലും ഇങ്ങോട്ട് പറന്നു വരില്ല എന്നാണോ വാസ്തവത്തിൽ? ഈ ഹോട്ട് സ്പോട്ട് അല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെന്താ ചെയ്യുന്നത്? അവിടെ പിന്നെ ആഘോഷങ്ങളായി. ഹോട്ട് സ്പോട്ട് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹോട്ട് സ്പോട്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊറോണ ഇല്ല എന്നല്ല അർത്ഥം, ഹോട്ട് സ്പോട്ട് അല്ല എന്നർത്ഥം. അപ്പോൾ ഹോട്ട് സ്പോട്ടിൽ എല്ലാവരും അടക്കം വെച്ചു. അവിടെ അങ്ങനെ ഹോട്ട് സ്പോട്ട് അല്ലാണ്ടായി. അപ്പോൾ ഇവിടെ ഹോട്ട് സ്പോട്ടായി. അപ്പോൾ പിന്നെ അവിടെ ആഘോഷം ആരംഭിച്ചു. അവിടെ ഹോട്ട്സ്പോട്ട് അല്ല, അവിടെ ആഘോഷം ആരംഭിച്ചു. അപ്പോൾ ഇവിടെ ഹോട്ട്സ്പോട്ട് ആയിരുന്ന ഹോട്ട്സ്പോട്ടിൽ കുറച്ച് സ്ട്രിക്റ്റായി. ഇവിടെ ഹോട്ട്സ്പോട്ട് അല്ലാണ്ടാകുമ്പോഴേക്കും അവിടെ വീണ്ടും ഹോട്ട്സ്പോട്ട് ആരംഭിച്ചു.
ഇതെന്ത് ഭ്രാന്തം കളിയാണ് വാർത്തകൾ കളിക്കുന്നത്? ഇന്ത്യ മുഴുവൻ ഹോട്ട്സ്പോട്ട് ആക്കിക്കൂടെ? അടക്കം വെച്ചൂടെ കാര്യങ്ങൾക്ക്? ഇവിടെ വാസ്തവത്തിൽ ഈ ഒഴുക്കിനെതിരെ നീന്തുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഹിമാലയം കയറിപ്പോയ എഡ്മണ്ട് ഹിലാരി ഒഴുക്കിനെതിരെ നീന്തി ഗംഗയുടെ എതിർവശത്ത് കൂടെ മേലോട്ട് കയറിപ്പോയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ കുറേ മേലോട്ട് വരുമ്പോൾ കുറേ താഴോട്ട് വരും. ഇവർ ചെയ്യുന്നത് നമ്മൾ ഈ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് അക്കരെ എത്താൻ, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താറാവുമ്പോൾ 10-20 തുഴക്കാരുണ്ടാവും. എത്തേണ്ട സ്ഥലത്ത് എത്താറാവുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ടെൻഡുൽക്കറൊക്കെ കാണിക്കണം, അല്ല തുഴയൊക്കെ ഉയർത്തി ഓഹോ എന്ന് പറഞ്ഞ് കാണിക്കും. ഉടനെ തന്നെ വഞ്ചി പുറകോട്ട് വരും. ഇത് കഴിഞ്ഞ് വീണ്ടും കുത്തി 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 കൈകൂത്ര പോലെ പങ്കായം കുത്തി കുത്തി അല്ലെങ്കിൽ ഒരു കോല് കുത്തി കുത്തി അവർ തുഴ കുത്തി 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 അവർ കയറി 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 ആ അറ്റത്ത് എത്താറാവുന്ന സമയത്ത് വീണ്ടും ഇവർ ആ തുഴ ഉയർത്തിപ്പിടിച്ച് ആഘോഷം ആരംഭിക്കും. ഉടനെ തന്നെ വീണ്ടും ഈ സാധനം പുറകോട്ട് പോരും. ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. ഈ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയതിന് ശേഷം അവർ ജനതാ കർഫ്യൂ, പിന്നെ ലോക്ക്ഡൗൺ, പിന്നെ തുടർച്ചയായിട്ട് ലോക്ക്ഡൗൺ, അങ്ങനെ ഈ ക്രമാനുഗതമായിട്ട് ലോക്ക്ഡൗൺ കൂടി വരുന്തോറും ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ കൊറോണയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. അതിന് അത്യാവശ്യമായിട്ടുള്ള ഇളവുകളൊക്കെ ആ ഇളവുകളാവാം, കാരണം ജീവിതം മുന്നോട്ട് പോകണമല്ലോ. പക്ഷെ ഇവിടുത്തെ ഇളവുകൾ ആദ്യം കൊടുത്ത എന്തിനാ അറിയോ? സ്വർണ്ണക്കടയ്ക്ക്. അതായത് വലിയൊരു കോടീശ്വരന്മാർ അവർ ചെന്ന് മൂട്ടിൽ തട്ടി ഇവിടെ സ്വർണ്ണക്കട തുടങ്ങേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അമ്പലങ്ങളിൽ എന്തു കോപ്പാണ് ഇരിക്കുന്നത്? അമ്പലങ്ങൾ അകത്താണോ ദൈവം ഇരിക്കുന്നത്? ഇപ്പോൾ വേണ്ടത് ജീവനാണോ, വേണ്ടത് വിശ്വാസമാണോ സംരക്ഷിച്ചെടുക്കേണ്ടത്? അമ്പലങ്ങൾ തുറക്കാം. അപ്പോൾ അവിടുന്ന് ആരംഭിച്ചു പ്രശ്നങ്ങൾ, അവിടുന്ന് ആരംഭിച്ചു. അപ്പോൾ ഇളവുകൾ കൂടി 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 വരുന്നതോടൊപ്പം തന്നെ രോഗവും കൂടി 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 വരുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെയും കലാനിലത്തിൻ്റെ ഒരു നാടുകൊണ്ട് രക്തരക്ഷസ്. അപ്പോൾ രക്തരക്ഷസിനെ അടക്കം ചെയ്തു. പക്ഷെ എപ്പോഴെങ്കിലും അടക്കം ചെയ്തോടത്തൊരു തുള്ളി രക്തം വീണാൽ അതിന് പുറത്തേക്ക് വരാനുള്ളൊരു മാർഗം തെളിഞ്ഞു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയില്ലാതെ പുറത്തേക്ക് വരിക. ഇതുപോലെ തന്നെയാണ് കൊറോണ രക്ഷസ്. ലോക്ക്ഡൗൺ എന്ന കുടം, അതിൻ്റെ അവിടെയിൽ ഒരു ദ്വാരം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടും. പണ്ട് കുരയ്ക്കാൻ വാഴ വെച്ച പോലെയാണ്. കുരയ്ക്കാൻ വാഴ വെച്ചു, എന്നിട്ട് ദിവസവും പോയിട്ട് വാഴ ഉയർത്തി നോക്കുക അതിന് വേര് മുളയ്ക്കുന്നുണ്ടോ എന്ന്. പിന്നെ വാഴ ശരിയാവും. ഇതുപോലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ടാണ് ലക്ഷ്യം. അതുകൊണ്ട് വ്യവസായികൾ വന്ന് മൂടുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ മുതലാളിമാർ വന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കട തുറക്കണം. കാരണം പേടിയാണ് ഇവർക്ക്. അവിടുന്ന് പിരിവിടുത്തല്ല, എന്നാൽ സ്വർണ്ണക്കട തുറന്നു. അമ്പലം തുറന്നതിലേക്ക് പിന്നെന്താ ചെയ്യുക? ഇത് വിശ്വാസികൾ അവർ നെഞ്ചുരുക്കുകയാണെന്നാണ് പറയണത്. ഗുരുവായൂരപ്പനെ കാണാണ്ട് എന്നാ തുറന്നോ, പടച്ചു. വ്യവസായികൾക്ക് വേണ്ടിയിട്ട് ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടത്തിന് പേരിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുമ്മ കയറിയിട്ടാണ് ഈ കളി നടത്തുന്നത്. കള്ളുകുടിയന്മാർ പറഞ്ഞു കള്ളു കുടിച്ചില്ല കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. എന്നാൽ കള്ള് ഷാപ്പ് തുടങ്ങിക്കോ, ബീവറേജസ് തുടങ്ങിക്കോ, സ്വർണ്ണക്കട തുടങ്ങിക്കോ. തുണിക്കട സ്വർണ്ണക്കടയാണല്ലോ, ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ്. ദിവസവും കാലത്ത് പോലെ സ്വർണ്ണത്തിന്റെ കേക്ക് തിന്നില്ലേ മനുഷ്യന്മാർക്കും ചത്തുപോകുമല്ലോ. അതാണല്ലോ സ്ഥിതി. അപ്പം അതൊക്കെയാണ് തുറന്നത്. വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലങ്ങൾ ഇളവ്. ഈ കേരള സർക്കാർ ചെയ്തൊരു തെറ്റ്, വലിയൊരു തെറ്റ്. ഞാൻ അവരെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അവർ ചെയ്ത തെറ്റ്. അവർ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് അവർ തെരഞ്ഞെടുത്ത് അയച്ചതിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തന്ത്രി പണിക്കാരെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പൂജാരി പണിക്കാരെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവർ വിളിച്ചപ്പോൾ പറഞ്ഞു തുറക്കണം. എന്നാ തുറന്നോ എന്ന് പറഞ്ഞു. തുറന്നിട്ടപ്പോൾ എന്തായി? തുറന്നപ്പോൾ പറഞ്ഞു അടയ്ക്കണം എന്നായി. ഭ്രാന്തം പണി. അപ്പോൾ ഇവിടെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ലോക്ക്ഡൗൺ സംബന്ധിച്ച് ഇവിടെ കാണിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഈ സമയത്താണ് ലോക്ക്ഡൗണിൽ ഇളവ്. ലോക്ക്ഡൗൺ ഡബിൾ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആക്കി മാറ്റേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുൻപ് മാർച്ച് ആ കാലഘട്ടത്തിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ കിടക്കും. ചൂട് ഓപ്പൺ എയറിൽ എടുക്കുമ്പോൾ ഒരു സുഖമാണ്. കൊതുവരെയും കെട്ടിക്കിടക്കും. അന്ന് അവിടെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-12 വിമാനം രാത്രി ഒരു 9 മണി ആയി കഴിഞ്ഞാൽ ഒരു 10 മണി 12 മണി ആകുമ്പോഴേക്കും മിക്ക ദിവസങ്ങളിൽ ഒരു 10-12 വിമാനം ആ വഴിക്ക് പോണ കാണാം. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. ആദ്യം കർഫ്യൂ, പിന്നെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയോടുകൂടി അവിടെ പോകുന്ന വിമാനങ്ങൾ ഇല്ലാണ്ടായി. വിമാനങ്ങളൊന്നും ഇല്ലാണ്ടായി. വിമാനങ്ങളെല്ലാം നിന്നു. അങ്ങനെ നമ്മൾ കൊറോണയെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു. എല്ലാ വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമൂഹ വ്യാപനം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് നമ്മൾ കൊറോണയെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഒരുവിധം അത് വലുതായി, ഒരുവിധം നമ്മൾ വിജയിച്ചു. ഇങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് 3-5 ദിവസമായിട്ട് വീണ്ടും വിമാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബസ് സർവീസ് അങ്ങോട്ടാവാം ഇങ്ങോട്ടാകാം.
ചില പാസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാർ ഓടിച്ച് അവിടെ വരെയാണെങ്കിൽ പോകാം. ഇങ്ങനെ അപ്പം എന്തുണ്ടായി? പുതു രോഗികൾ 10,000 എണ്ണം. ഒരു ദിവസം 10,000 രോഗികൾ അവിടെ വർദ്ധിക്കുന്നത്. ചെന്നൈയിൽ മാത്രം അവിടെ ഡബിൾ ലോക്ക്ഡൗൺ വരാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. കാരണം അവിടെ വലിയ രൂപത്തിലാണ് അവിടെ മറ്റേ ഇത് വന്നിട്ടുള്ളത്. അവിടെ കോയമ്പേട് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനകത്ത് ഈ പറയുന്ന തുണിയും കെട്ടിച്ചേരണം. എന്തോന്ന് തുണി, അതിന് വിശ്വാസമില്ല. അപ്പം എന്തായി? കോയമ്പേട്ടിൽ ആരോ ഒരാൾ വന്ന് വെടിപൊട്ടിച്ചു. അതോടെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 10-500 ആൾക്കാർ വാസ്തവത്തിൽ അവർ മൊത്തം ചെന്നൈയിൽ കാര്യങ്ങൾ പടർത്തി. ഇന്ന് ചെന്നൈയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ ഇളവുകൾ എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ടുള്ള ഇളവുകൾ അത്യന്താപേക്ഷിതമാണ്. റോട്ടി, ദെൻ കപ്പട, ദെൻ മക്കാൻ, ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, അല്ലാതെ സ്വർണ്ണക്കടയും വിശ്വാസവും അമ്പലവും കോപ്പുമല്ല മനുഷ്യന്മാർക്ക് അത്യന്താപേക്ഷിതം. ആയതുകൊണ്ട് അതിനൊക്കെ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് വാസ്തവത്തിൽ. കേരളത്തിൽ ഒരു രോഗി പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൂടി, ഇപ്പോൾ 80, 70, 80 എന്ന രീതിയിലാണ് അവിടെ മറ്റേ കൊറോണയുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ മാളുകൾ തുറക്കാമെന്ന് ഓർഡറായി, ഹോട്ടൽ തുറക്കാമെന്ന് ഓർഡറായി. ഇനി ഒന്നുകൂടിയേ കുറവുള്ളൂ, സിനിമാ തിയേറ്റർ കൂടി തുറന്നാൽ എല്ലാമായി വാസ്തവത്തിൽ. ഇതൊക്കെ വാസ്തവത്തിൽ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നത്? ഭക്തന് വേണ്ടത് ജീവനാണോ വേണ്ടത്, വിശ്വാസമാണോ വേണ്ടത്? അയാൾക്ക് അമ്പലവും വിശ്വാസമല്ല വേണ്ടത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അമ്പലം തുറന്നിട്ട് പോലും ഒരു കുഞ്ഞു പൂച്ച പോലും അതിനകത്ത് കയറിയിട്ടില്ല. പല അമ്പലങ്ങളും കയറിയിട്ടില്ല. ഗുരുവായൂരമ്പലം ഇത്രയും വലിയ അമ്പലം, 10,000 ഒരു ദിവസം വരുന്ന അമ്പലത്തിൽ 121 പേരോ മറ്റോ അവിടെ കയറിയത്. 125 മറ്റോ കാര്യം. കാരണം ജനങ്ങൾക്കറിയാൻ ഇതൊരു ഭ്രാന്തം കളിയല്ലെന്നറിയാം. പക്ഷെ ഇവർ കാണിക്കുന്നത് ഭ്രാന്തം കളിയാണ്. നാരായണത്ത് ഭ്രാന്തങ്ങൾ കേട്ടായിരിക്കും. 1000 നെല്ലൂര് ആ കുന്നിൻ്റെ മുകളിൽ അവിടേക്ക് അദ്ദേഹം കല്ലിങ്ങനെ ഉരുട്ടിക്കയറ്റും. ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കല്ല് ഉരുട്ടിക്കയറ്റി കഷ്ടപ്പെട്ട് കല്ലുരുട്ടി അതിൻ്റെ ഉച്ചിയിൽ കയറ്റിയിട്ട് സൂര്യനെ നോക്കിയിട്ട്, മഹാസാക്ഷിയെ നോക്കിയിട്ട്, സൂര്യ അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി, ഈ കർമ്മത്തിൻ്റെ അവസാനത്തെ ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ കൊണു കല്ല് വീണ്ടും അങ്ങോട്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്ന കാര്യമല്ലേ ഇവർ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്തതിൻ്റെ ആന്തരികമായിട്ട് വലിയ വലിയ തത്വങ്ങളുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്നത് 130 കോടി ജനങ്ങളെ വെച്ചുള്ള കളിയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ലോക്ക്ഡൗൺ ഇളവ് ചെയ്യുന്നത്, കൊറോണ 100 കൊറോണ ഡെയിലി ഉണ്ടാകുന്ന സമയത്ത് ലോക്ക്ഡൗൺ കുറച്ച് ഇളവ് ചെയ്തു. അത് 5000 കൊറോണ വരാൻ തുടങ്ങിയോട് കൂടിയിട്ട് ലോക്ക്ഡൗൺ ഒന്നുകൂടി ഇളവ് ചെയ്തു. കൊറോണ 10,000 ആയപ്പോൾ ലോക്ക്ഡൗൺ വീണ്ടും ഇളവ് ചെയ്തു. എന്തൊരു മഹാകൃത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിയുള്ളവർ, എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബുദ്ധിയുള്ള ആളാണ് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവർക്ക് വലിയ ബുദ്ധിയുള്ള ആളായതുകൊണ്ടല്ല പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ അവരെന്ത് ബുദ്ധിയാണ് കാണിക്കുന്നത്? കൊറോണ വർദ്ധിക്കും തോറും ഇളവുകൾ കൂടി വരികയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. ഇവിടെ ഹോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗികതയില്ല. ഇത് ശബ്ദാതിവേഗതയുള്ളതാണ് ഈ കൊറോണ. ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോകുന്നു, ന്യൂസിലാൻഡിന് അമേരിക്കയിൽ പോകുന്നു, ചൈനയിൽ നിന്ന് സ്പെയിനിലേക്ക് പോകുന്നു. എന്നിട്ടാണ് ഇവിടെ ഹോട്ട്സ്പോട്ട്. ആ പഞ്ചായത്ത്, കുണ്ടൂർ കടവ് പഞ്ചായത്ത് ഹോട്ട്സ്പോട്ട്. അതിൻ്റെ ഇപ്പുറത്തുള്ള മറ്റേ കോണത്തുകുന്ന് അവിടെ ഹോട്ട്സ്പോട്ടല്ല, അവിടെ കോൾഡ് സ്പോട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ഇവിടെ ഹോട്ട്സ്പോട്ടായി, അവിടെ കോൾഡ് സ്പോട്ടായി. അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റായി. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ കോൾഡ് സ്പോട്ടായപ്പോൾ അവിടെ ഹോട്ട്സ്പോട്ടായി. എന്തെല്ലാം കളികളാണ് നടത്തുന്നത് ഇവിടെ. ഇപ്പോൾ ഇവിടെ ആൾക്കാർ പറയുന്നത് പച്ചക്കറിക്ക് വില കുറഞ്ഞു. പച്ചക്കറിക്ക് വില കുറയും. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് കാരണമുണ്ട്. മാർച്ച് വരെ സർപ്ലസ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായത്, വേണ്ടത്ര പ്രൊഡക്ഷൻ ഉണ്ടായി. പെട്ടെന്നാണ് അതിൻ്റെ കൺസംഷൻ കുറഞ്ഞത്. ഒട്ടുമില്ലാതെ അമ്പലമില്ല, സദ്യയില്ല, സ്കൂളുകളില്ല, കുട്ടികളില്ല, ഹോട്ടൽസ് ഇല്ല. ആയതുകൊണ്ട് കൺസംഷൻ വളരെ കുറഞ്ഞു. അതുകൊണ്ട് ലാഭം അതുകൊണ്ട് ലാഭത്തിൽ കിട്ടുന്നു, പൈസ കുറച്ച് കിട്ടുന്നു. പക്ഷെ ഇപ്പോൾ നിന്നുപോയി. ഇവിടെ കൾട്ടിവേഷൻ നിന്നുപോയി. അരി മറ്റേ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വരേണ്ടത്. അവിടെ കൺസംഷൻ, അവിടേക്കും മറ്റേ പ്രൊഡക്ഷൻ നിന്നുപോയി. അവിടെ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായ സ്ഥലത്ത് നിന്നുപോയി. അവിടെ മൺസൂൺ വന്നു കഴിഞ്ഞു. എന്നിട്ടും അവിടെ സാധാരണഗതിയിലുള്ള കൾട്ടിവേഷൻ അവിടെ ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയാമോ? സെപ്റ്റംബർ, ഒക്ടോബർ ആകട്ടെ അരി വില കിലോവിന് 200 രൂപയായിരിക്കും. പൈസ ഉള്ളവർക്ക് കൂടി ജീവിക്കാം, മറ്റുള്ളവർക്ക് ചത്തുപോകാൻ അർത്ഥം. കേരളത്തിൽ കറിവേപ്പിലമായിട്ട് പോലും സ്വന്തമായിട്ടില്ല. കേരളം ലോഡ്ജ് ജീവികളാണ്. ലോഡ്ജിൽ ജീവിക്കുന്നവരെ ദേർ ഇസ് നോ കൾട്ടിവേഷൻ അറ്റ് ഓൾ. എല്ലാത്തിനും പുറത്തു വേണം. ഉപ്പ് തൊട്ട് കർത്തൂരം വരെ കറിവേപ്പില പോലും വീടുകളിലില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അരി ആന്ധ്രയിൽ നിന്ന് വരണം. ഇതൊക്കെയാണ് സ്ഥിതി. ആന്ധ്രയിൽ ഉൽപ്പാദനം കുറയുകയാണ്. തമിഴ്നാട്ടിൽ കൾട്ടിവേഷൻ നടക്കുന്നില്ല. ഒക്ടോബർ ആകുമ്പോഴേക്കും 250 കിലോ വരും അരിക്ക്. അപ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിയുന്നവർ ആരായിരിക്കും? ജീവിക്കാൻ കഴിയുന്നവർ നമ്മളുടെ എന്താണ് പറയുക, നമ്മളുടെ അംബാനിക്കും അദാനിക്കും ജീവിക്കാം. നമ്മളുടെ കാര്യക്കും ഗോപി അതിനായിട്ട് മാറും.
പച്ചക്കറി 1 കിലോ, പച്ചക്കറി 1 കിലോ കൊണ്ടുകൊള്ളാൻ പറഞ്ഞിട്ട് അതിൻ്റെ പടം കാണിക്കും, അത്ര തന്നെ. പച്ചക്കറിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ കാർഷിക രാജ്യമാണ്, വ്യാവസായിക രാജ്യമല്ല. നമ്മൾ ചൊവ്വയിലേക്കും അതുപോലെ തന്നെ മറ്റേ പ്ലൂട്ടോവിലേക്കും ഗ്രഹങ്ങൾ വിടേണ്ടവരല്ല, നമ്മൾ റോക്കറ്റ് വിടേണ്ടവരല്ല, നമ്മൾ സൂര്യനിൽ പോയിട്ട് വാഴക്കൃഷി നടത്തേണ്ടവരല്ല നമ്മൾ. ഇതൊക്കെ ചെയ്ത രാജ്യങ്ങളുണ്ടല്ലോ ഇവിടെ. ശാസ്ത്രീയമായിട്ടുള്ള അഭ്യുന്നതി അങ്ങേയറ്റം. ഇനി വേറെ ലോകത്തെ ആളുകളുണ്ടോ? ആ ലോകമായിട്ട് ബന്ധം ചെലുത്താൻ പറ്റൂ? ട്രംപിൻ്റെ മോളെ അവിടേക്ക് അയാളുടെ മോന് അവിടുത്തെ ആഗ്രഹത്തിൻ്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റൂ? ചൊവ്വയിൽ കൂടി ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ വിചാരിച്ച് ലോകങ്ങളെ കീഴടക്കി, പ്രപഞ്ചത്തെ കീഴടക്കി നാസ. ഇപ്പം എന്താ ഈ സ്ഥിതി? കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ജീവി അവിടുത്തെ പ്രസിഡന്റിനെ ഗുഹയിലകത്തേക്ക് പഠിച്ച് കയറ്റി വെച്ചില്ലേ അവിടെ. ഇപ്പം നമ്മൾ ഇനിയും തിരിയണം. ഇന്ത്യ കാർഷിക രാജ്യമാണ്, ഇന്ത്യ കാർഷിക രാജ്യമാണ്, വ്യാവസായിക രാജ്യമല്ല. അംബാനിമാരും അദാനിമാരല്ല ഇവിടെ വളരേണ്ടത്. ഇവിടുത്തെ കോണവും ചുറ്റിയിട്ട് ആന്ധ്രാപ്രദേശിലൂടെ ട്രെയിൻ കാണാൻ പോകും. ഒറ്റ കോണവും ചുറ്റിയിട്ട് കറുകടുത്ത ആളുകൾ വെയിലോട്ടിട്ടാണ് അവരാ പാടത്ത് കൃഷി ചെയ്യുന്നില്ലേ, അവരുടെ തലയിലെ തൊപ്പി വെച്ച് വെക്കേണ്ടത്, രത്ന കിരീടം വെച്ച് കൊടുക്കേണ്ടത് അവരുടെ പേരിലാണ്, അവരുടെ തലയിലാണ്. കൃത്യമായ മൺസൂൺ നമുക്ക് ഇവിടെ ദൈവം തരുന്നുണ്ട്. ദെൻ റിട്ടേൺ മൺസൂൺ, വി ആർ ഗെറ്റിംഗ് ഇനഫ് റിട്ടേൺ മൺസൂൺ ഓൾസോ. അതും തരുന്നത് ദൈവമാണ് തരുന്നത്. പക്ഷെ ഇവിടെ കൃഷിക്കാരുടെ ഹോബി ഇപ്പം എന്താണെന്ന് അറിയാമോ? ആത്മഹത്യ. കാരണം അവർക്ക് നിലനിൽപ്പില്ല. മീഡിയേറ്റേഴ്സിന്, മധ്യസ്ഥർക്കാർ നിലനിൽപ്പ്. ആയതിനാൽ ഇവിടെ അടിയന്തരമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ സിനിമാ തിയേറ്റർ പോലും വേണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിന് സമയമുണ്ട്, ഇപ്പോഴല്ല അതിൻ്റെ സമയം. ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആവുന്ന സമയത്ത് ഈ പറയുന്ന ആഹാര കാര്യങ്ങളൊരു ഷോർട്ടേജ് വരരുത്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വാസ്തവത്തിൽ. മറ്റേ ഇവിടെ നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അതായത് അമേരിക്കയിൽ, അവിടെയുള്ള പൈസയുള്ള ആൾക്കാർ ഈ സീഡ്സ്, മറ്റേ ആഹാരങ്ങൾ, അരി, മുതിര, അതുപോലെ പയർവർഗ്ഗങ്ങളൊക്കെ കുന്നുകൂട്ടി വെക്കുക എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ കൂടുതൽ 2-3 തോക്കും വാങ്ങിച്ചു വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആഹാരം കിട്ടാതെ വരുന്ന സമയത്ത് മനുഷ്യൻ എന്തായിട്ട് മാറുമെന്നറിയില്ല. അപ്പോൾ തോക്കിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ ഉണ്ട്. സ്കൂൾ അവിടെ കിടക്കട്ടെ. 1 കൊല്ലം കുട്ടികളുടെ പഠിപ്പ് പോട്ടെ. സ്വർണ്ണക്കട അവിടെ ഗവൺമെൻറ് ലോക്കിട്ടിട്ട് അവിടെ സീല് ചെയ്യണം. അമ്പലങ്ങൾ സീല് ചെയ്യണം. ഹോട്ടൽസ് സീല് ചെയ്യണം. കാരണം ഇതെല്ലാം വ്യാപനം ശക്തമാക്കുന്ന ഇടങ്ങളാണ്. നമുക്ക് വേണ്ട ആരോ പറഞ്ഞ പോലെ ഇപ്പം മറ്റേ ഹോട്ടൽ വേണ്ട, മറ്റേ ഫാസ്റ്റ് ഫുഡ് വേണ്ട, സിനിമാ തിയേറ്റർ വേണ്ട. തമിഴന്മാർ പറഞ്ഞാൽ എഴുതാ പോയത് ഇവിടെ നിന്ന് ഇരുന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു കാര്യം പറയാം, ഇവിടെ വലിയ രീതിയിൽ കൂടിയാലോചന നടത്തിയിട്ട് വലിയ സംവിധാനത്തോടു കൂടിയിട്ട് അടുത്ത സീസൺ, കൃഷിയുടെ സീസൺ വരുന്നു, വലിയ രൂപത്തിൽ പഴയ പോലെ കൃഷി നടത്തിയിട്ട് ആഹാരത്തിന് ഷോർട്ടേജ് വരാതിരിക്കാൻ ശ്രമിക്കണം. ബാക്കി എന്ത് തന്നെ കൂടുതൽ ചെയ്തോളൂ, പക്ഷെ ആഹാരത്തിന് ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം വലിയ രൂപത്തിൽ നടത്തണം. ആഹാരത്തിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് മാറും. ആഹാരത്തിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ 2 ദിവസം പട്ടിണി കിടന്നാൽ മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് മാറും. പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുറപ്പാണ്. നമസ്കാരം.